ആം സോറി. അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അറിയാതെ എന്തൊക്കെയോ. ഒന്നും മനസ്സിൽ വെക്കരുത്. ആദിക്കിന്റെ കരം കവർന്നുകൊണ്ട് സിന്ധു ദയനീയമായി അവനോട് പറഞ്ഞു. ഹേ നോ മാൻ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരാളല്ല. എന്തുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആണ് എൻ്റെ രീതി. താൻ എന്നോട് പറഞ്ഞതിനുള്ളത് അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു തന്നില്ലേ? സിദ്ധുവിന്റെ തലയിൽ ഒന്ന് തട്ടി അവനെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആദിയേട്ടൻ എത്ര പെട്ടെന്നാ ഞങ്ങളിൽ ഒരാളായി മാറിയത്. ശരിക്കും അത്ഭുതം തോന്നുന്നു. യമി സന്തോഷത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയാണ്. അവനെ തല്ലാൻ പോയ സിദ്ധു പോലും ഇപ്പോൾ അവനോടായി കൂടുതൽ കമ്പനി. ആഷി സിദ്ധുവിനെ കളിയാക്കി. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആദി, നീ എന്താ നേരത്തെ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളുമായി എന്തോ ആത്മബന്ധമുണ്ടെന്ന്. എന്താ നീ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ദത്തൻ സംശയത്താൽ നെറ്റി ചുളിച്ചുകൊണ്ട് ആദിയെ നോക്കി. അത് ഞാൻ പറയാം. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിയുമ്പോൾ എല്ലാവരോടും ഞാൻ പറയാം ഞാൻ ആരാണെന്നും ഇവിടേക്ക് എന്തിനു വന്നു എന്നും. പിന്നെ ഒരു 3 പേരെ കൂടി ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. അതിൽ ഒരാളെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ബാക്കിയുള്ള 2 പേർ, അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ കൊണ്ടുവരാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോഴും പുഞ്ചിരിയോടെ നിന്നിരുന്ന ആദിയുടെ മുഖത്ത് ഗൗരവം നിറയുന്നതും കണ്ണുകൾ എന്തിനോ കലങ്ങുന്നതും എല്ലാവരും സംശയത്തോടെ നോക്കി നിന്നു. അതിനൊപ്പം അവൻ പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ തേടുകയായിരുന്നു എല്ലാവരും. രാത്രിയിലത്തെ ആഹാരം കഴിക്കാൻ ഡൈനിങ് ടേബിൾ ഒത്തുകൂടിയിരിക്കുകയാണ് എല്ലാവരും. എല്ലാവർക്കുമൊപ്പം ആദിയും വരുണും അവിടെ സ്ഥാനം പിടിച്ചു. എല്ലാവർക്കും ആഹാരം വിളമ്പുന്ന തിരക്കിലാണ് പാർവതി. നിവിയുടെ കയ്യിലെ മുറിവ് അവർ കാണാതിരിക്കാൻ കൈകൾ മറയും വിധം ഷാൾ കൊണ്ട് മൂടിയാണ് അവളുടെ ഇരിപ്പ്. പാർവതി ഒറ്റയ്ക്ക് എല്ലാവർക്കുമുള്ള ആഹാരം വിളമ്പുന്നത് കണ്ടുകൊണ്ട് അനുവും അവർക്കൊപ്പം കറികൾ വിളമ്പാൻ തുടങ്ങി. അയ്യോ അമ്മേ, എനിക്ക് ചിക്കനൊന്നും വേണ്ട. ഞാൻ വെജിറ്റേറിയനാണ്. തൻ്റെ പാത്രത്തിലേക്ക് ചിക്കൻ കറി ഒഴിക്കാൻ തുടങ്ങിയ പാർവതി തടഞ്ഞുകൊണ്ട് ആദി പറഞ്ഞു. അയ്യോ, അത് അമ്മ അറിഞ്ഞില്ലല്ലോ മോനെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പാർവതി ആകെ സങ്കടത്തിലായി. അത് സാരമില്ലമ്മേ. ആദി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ, ഞാൻ മറന്നു. ജാനകി ചേച്ചി വെജിറ്റേറിയൻ അല്ലേ? പുള്ളിക്കാരി വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയത് ഞാൻ കണ്ടതാ. ഇപ്പൊ കൊണ്ടുവരാം മോനെ. അതും പറഞ്ഞ് പാർവതി കിച്ചണിലേക്ക് ഓടി. പാറൂട്ട, പതിയെ, ധൃതി പിടിക്കണ്ട. പാർവതിയുടെ വേഗത്തിലുള്ള പോക്ക് കണ്ട സിദ്ധു പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആരാ ജാനകി? ആദി സംശയത്തോടെ ചോദിച്ചു. അതിവിടെ ജോലിക്ക് നിൽക്കുന്ന അമ്മയാ. അവർക്ക് ആരുമില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത് ദത്തേട്ടൻ. പക്ഷേ ഞങ്ങൾ ആരും ജാനകിയമ്മയെ സെർവൻ്റായി കാണാറില്ല. ഞങ്ങളുടെ അമ്മയെ പോലെയാ. യമി ആവശ്യത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി. അത് കേട്ട് ആദി ഒന്ന് പുഞ്ചിരിച്ചു. പാർവതി കിച്ചണിൽ ചെല്ലുമ്പോൾ കാണുന്നത് കിച്ചൺ സ്ലാബിൽ ചാരി കൈകൾ കൂട്ടിത്തിരുമി പരിഭ്രാന്തിയോടെ നിൽക്കുന്ന ജാനകിയാണ്. അവരുടെ ആ നിൽപ്പ് കണ്ട് പാർവതി അവരെ സംശയത്തോടെ നോക്കി. എന്തു പറ്റി ജാനകി ചേച്ചി? എന്താ മുഖം വല്ലാതെ? പാർവതി ആദിയോടെ ചോദിച്ചു. അത് ഒന്നുമില്ല പാർവതി. ചെറിയൊരു തലവേദന, വല്ലാത്ത ക്ഷീണം പോലെ. പാർവതിയുടെ ചോദ്യത്തിൽ ഞെട്ടിക്കൊണ്ട് ജാനകി വേഗം വായിൽ വന്നൊരു കള്ളം പറഞ്ഞു. അതെയോ? അതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? ചേച്ചി വല്ലതും കഴിച്ചിരുന്നോ? ഇല്ലെങ്കിൽ വേഗം കഴിച്ചിട്ട് പോയി കിടന്നോ? മരുന്ന് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഒന്ന് കിടന്നാൽ മതി. അതും പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നു. അല്ല പാർവതി, എന്താ ഇങ്ങോട്ട് വന്നത്? അവരൊക്കെ കഴിച്ചു കഴിഞ്ഞോ? ഇല്ല ചേച്ചി, ഞാൻ ചേച്ചി ഉണ്ടാക്കിയ കറി എടുക്കാൻ വന്നതാ. ആദിമോൻ വെജിറ്റേറിയൻ ആണത്രേ. അത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാ കുട്ടികൾ പറയുന്നത്. അത് കേട്ടതും ജാനകിയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. അവരുടെ കണ്ണുകൾ കലങ്ങി ചുവന്നു. അത് പാർവതി കാണാതിരിക്കാൻ അവർ വേഗം കിച്ചണിൽ നിന്ന് പുറകുവശത്തെ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോഴേക്കും പാർവതി കറിയും എടുത്ത് കിച്ചണിന് പുറത്തേക്ക് പോയി. മഹാദേവ, വീണ്ടും നീ എന്നെ പരീക്ഷിക്കുകയാണോ? എന്തിനവനെ നീ ഇവിടേക്ക് കൊണ്ടുവന്നു? അവൻ്റെ ഈ തിരിച്ചുവരവ് എന്തിനു വേണ്ടിയാവും? എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? പുറത്തേക്ക് ഇറങ്ങിയ ജാനകി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി. കുറച്ചു മുമ്പ് കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് പോകാനിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അവർ ഓർത്തു. ഡൈനിങ് ടേബിൾ എല്ലാവർക്കുമൊപ്പം ചിരിച്ചു സംസാരിക്കുന്ന ആദിയുടെ മുഖം അവരുടെ മനസ്സിലേക്ക് മിഴിവോടെ തെളിഞ്ഞു വന്നു. അപ്പോൾ ശരി ദത്ത, ഞങ്ങൾ ഇറങ്ങുക. ദത്തൻ്റെ കരം കവർന്നുകൊണ്ട് ആദി പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി, സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം. വരുണിനെ പോലെ തനിക്കും ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ദത്തൻ അവനെ ചേർത്ത് പിടിച്ചു. തീർച്ചയായും വരും ദത്ത. നിങ്ങളെക്കൊണ്ട് എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഇതുപോലെ ശല്യം ചെയ്തോളാം. ഓ ആയിക്കോട്ടെ. ആദിയുടെ കുസൃതി നിറഞ്ഞ സംസാരം കേട്ട് ദത്തനും അതേ കുസൃതിയോടെ അവന് മറുപടി കൊടുത്തു. പിന്നെ ഇന്ന് എനിക്ക് തന്ന വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയ ആ അമ്മയോട് ഒരു താങ്ക്സ് പറയണേ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയുടെ അതേ ടേസ്റ്റ് ആയിരുന്നു ഇന്ന് ഞാൻ കഴിച്ച കറിക്കും. വർഷങ്ങൾക്ക് ശേഷം ഇന്നാ രുചി ഒന്ന് അറിയാൻ കഴിഞ്ഞത്. ആദിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. തൻ്റെ അമ്മ എവിടാ?
പുറത്തെവിടെയെങ്കിലും ആണോ? ആദി സംശയത്തോടെ ചോദിച്ചു. ആ, അങ്ങനെ എവിടെയോ ആണ്. അറിയില്ല. 2 വർഷമായി അമ്മയെ കാണാനില്ല. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞതുപോലെ ഒരു തോന്നൽ. ചിലപ്പോൾ പാർവതിയമ്മ എന്നോട് കാണിച്ച സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നിയതാവും. അവൻ പറയുന്നത് എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് കേട്ടുനിന്നത്. ദത്തനും ആഷിക്കും ദേവനും സിദ്ധുവിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. അതവരുടെ മുഖത്തും പ്രകടമായി. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഒരിക്കൽ കൂടി ദത്തന്റെ കരം കവർന്നുകൊണ്ട് ആദിയും വരുണും അവിടെ നിന്നും ഇറങ്ങി. എന്താവും ദത്ത അവൻ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ സംശയിക്കുന്നത് പോലെ എന്തെങ്കിലും ആവുമോ? അതുതന്നെയാണ് സത്യം. ആഷി ചോദിച്ചതിന്റെ മറുപടിയായി പിറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ എല്ലാവരും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി. വാതിലും കടന്ന് പുറത്തേക്ക് വരുന്ന ജാനകി എല്ലാവരും ഒരു ഞെട്ടലോടെ നോക്കി നിന്നു. നിങ്ങളുടെ സംശയം ശരിയാണ്. അവൻ എൻ്റെ മകൻ തന്നെയാണ്. ജാനകിയമ്മയുടെ വെളിപ്പെടുത്തൽ തറഞ്ഞു നിന്നുപോയി എല്ലാവരും. പക്ഷേ അവൻ എന്തിനിവിടെ? ആഷി സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, പക്ഷേ ഒന്നറിയാം. അവൻ അവൻ്റെ അച്ഛൻ്റെ മകനല്ല. ഞാൻ വളർത്തിയ എൻ്റെ മകനാ. അവൻ ആരെയും ദ്രോഹിക്കില്ല. ആർക്കും ദോഷമുണ്ടാകുന്ന ഒന്നും ചെയ്യുകയുമില്ല, ജാനകി ഉറപ്പോടെ പറഞ്ഞു. പിന്നെ ജാനകിയമ്മ എന്താ അവൻ്റെ മുന്നിലേക്ക് പോകാതിരുന്നത്? അവൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദത്തൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. പോകണമെന്നുണ്ട്. പക്ഷേ സത്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോഴും അവന് അറിവുണ്ടാവില്ല. ഒന്നും അവൻ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അറിയിക്കണമല്ല. അത് നിങ്ങളുടെ കടമയാണ്. ജാനകി ദത്തനെ ദയനീയമായി നോക്കി. അവൻ എന്തൊക്കെയോ അറിയാൻ ജാനകിയമ്മേ. ഞങ്ങളോട് കുറച്ചു സമയം ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയോ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നവരെ തന്നെയാവും അവനും കൊണ്ടുവരുന്നത്. നോക്കാം നമുക്ക്. ജാനകിയമ്മ പോയി കിടന്നോളൂ. എല്ലാം നല്ലതിനാവും. കീർത്തി, നീ ഇനി അവൻ്റെ ഓഫീസിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? കാർത്തിക്കിന്റെ ഗൗരവമേറിയ സ്വരം കാതിൽ പതിച്ചതും കീർത്തന എന്തോ ആലോചനയിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, പോകുന്നില്ല, കീർത്തന തീർത്തും പറഞ്ഞു. ശരി, അതൊക്കെ നിന്റെ ഇഷ്ടം. എന്താ അടുത്ത പ്ലാൻ? കാർത്തിക് അതേ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. എനിക്കറിയില്ല. നിന്റെ വാക്കും കേട്ട് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം വെറും വിഡിത്തമാണെന്ന് എനിക്കിപ്പോൾ തന്നെ നല്ല ബോധ്യമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ കാർത്തി, നമുക്ക് എന്തിനാണ് ദത്തനോട് ഇത്രയും പക? അവൻ ചെയ്ത തെറ്റെന്താണ്? എന്നോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒന്നല്ലേ അവൻ നമുക്ക് മുന്നേ ചെയ്തത്? കീർത്തിയുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ കുറച്ചു സമയം ഇരുന്നു പോയി കാർത്തിക്. അവൾ ചോദിച്ചതിന് ഉത്തരം കൊടുക്കു കാർത്തി. വാതുക്കൾ നിന്നും കേട്ടു പരിചിതമായ ശബ്ദത്തിൽ ഞെട്ടിക്കൊണ്ട് കാർത്തിക്കും കീർത്തനയും അങ്ങോട്ടേക്ക് നോക്കി. ഏട്ടൻ. കീർത്തനയുടെ ചുണ്ടുകൾ പതിയെ മുറിഞ്ഞു. പറഞ്ഞത് കേട്ടില്ലേ കാർത്തി? അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. ഓ, എത്തിയോ ദ ഗ്രേറ്റ് ആദിക് വർമ്മ? ആദി പറഞ്ഞതിനെ പാടെ അവഗണിച്ചുകൊണ്ട് കാർത്തി പുച്ഛത്തോടെ മുഖം തിരിച്ചു. നിന്റെ ഈ പുച്ഛഭാവം കാണാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. വരണമെന്ന് കരുതിയതുമല്ല. പക്ഷേ എനിക്കറിയണം. കീർത്തി ചോദിച്ച ഇതേ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടണം. ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അറിയില്ലേ നിങ്ങൾക്ക് എന്താണെന്ന്? എനിക്ക് അവനോട് പക എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? കാർത്തിക് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ടീ ടേബിളിൽ ഇരുന്ന മദ്യക്കുപ്പി ഊക്കോടെ നിലത്തേക്കെറിഞ്ഞു പൊട്ടിച്ചു. എൻ്റെ അച്ഛനെ അവൻ കൊന്നു. അത് ഞാൻ സഹിച്ചു. പക്ഷേ അവൻ എൻ്റെ അമ്മയെ എന്തിനു കൊന്നു? എൻ്റെ അമ്മ അവനോട് എന്ത് ദ്രോഹം ചെയ്തു? ഞാൻ അവനെ, എൻ്റെ അമ്മയെ കൊന്ന അവനെ ഞാനും. എൻ്റെ അമ്മ ഇല്ലാതെ അവനും വേണ്ട ഈ ഭൂമിയിൽ. അവന് പ്രിയപ്പെട്ടത് ഓരോന്നും അവനിൽ നിന്ന് പിടിച്ചു വാങ്ങും ഞാൻ. ഒരു ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് കാർത്തിക് ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. അടുത്ത നിമിഷം ആദിയുടെ കൈ ഊക്കോടെ അവൻ്റെ കവിളിൽ പതിഞ്ഞു കഴിഞ്ഞു. അവൻ്റെ അടിയിൽ കാർത്തി സോഫയിലേക്ക് ചരിഞ്ഞു വീണു. എല്ലാം കണ്ട് കീർത്തന പേടിയോടെ പിറകിലേക്ക് നീങ്ങി നിന്നു. ഭ്രാന്താണ് നിനക്ക്. നമ്മുടെ അമ്മ മരിച്ചിട്ടില്ലെന്ന് എത്ര തവണ പറഞ്ഞു ഞാൻ നിന്നോട്? അമ്മ ജീവനോടെ ഉണ്ട്, നമ്മുടെ കൺവെട്ടത്തിൽ തന്നെ, ആദിക് അലറിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ടെവിടെ? കൊണ്ടുവാ എൻ്റെ മുന്നിൽ. അപ്പോൾ വിശ്വസിക്കാൻ ഞാൻ. അതുവരെ ദത്തന്റെ സമയം എണ്ണപ്പെട്ടതാ. കാർത്തിക് ആദിക്കിന് നേരെ ചീറി. അവരിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ. കാർത്തിക്കിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ആദി കീർത്തനയ്ക്ക് നേരെ തിരിഞ്ഞു. അവൾ എന്തോ പറയാൻ വന്നതും ആദിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. ഇവന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിന്ന് ഇവനെ എങ്ങനെയാക്കിയത് നീയാ. പറഞ്ഞു മനസ്സിലാക്കിക്കോയല്ല. നമ്മുടെ അമ്മ മരിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. ദത്തനോ അവന്റെ ഫാമിലിക്കോ ഒരു പോറലെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരിക്കലും നമ്മുടെ അമ്മ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ അറിയില്ല. അതുകൂടി ഓർത്തിട്ട് വേണം ഓരോന്നും ചെയ്തു കൂട്ടാൻ. താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് ആദി വേഗത്തിൽ തിരിഞ്ഞു നടന്നു. ഇന്നാണ് ധന്യയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. രാവിലെ തന്നെ ദത്തനും ആഷിയും ഹോസ്പിറ്റലിൽ ഹാജരായിട്ടുണ്ട്. വരുണും സാവിത്രിയും ആനിയും എല്ലാവരും റൂമിൽ തന്നെ ഉണ്ട്. കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണോ ദത്ത? മുറിവിനിയും ഉണങ്ങിയിട്ടില്ല. വരുൺ ദയനീയമായി ദത്തനെ നോക്കി. അതിന് ഒരു കണ്ണുരുട്ടലായിരുന്നു ദത്തന്റെ മറുപടി. ഓ വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല, നീ കൊണ്ടുവയ്ക്കോ. അവന്റെ നോട്ടം കണ്ട് വരുൺ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. ഞാൻ വീൽചെയർ എടുത്തിട്ട് വരാം, അല്ലാതെ നടക്കാൻ പറ്റില്ലല്ലോ ധനുവിന്. അതും പറഞ്ഞ് ആഷി പുറത്തേക്കിടങ്ങാൻ തുടങ്ങി. അത് വേണ്ട ആഷി,
അവളെ ഞാൻ കൊണ്ടുവന്നോളാം. നിങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് പാർക്കിങ്ങിലേക്ക് പൊയ്ക്കോ. നീ എങ്ങനെ കൊണ്ടുവരാനാ? അവൾക്ക് നടക്കാൻ പറ്റില്ല, ആഷി വീണ്ടും പറഞ്ഞു. കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ദത്തൻ കടുപ്പിച്ച് പറഞ്ഞതും ആഷി അവനെ നോക്കി തലകുലുക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അവനൊപ്പം ദത്തനെ ഒന്ന് നോക്കി ആനിയും സാവിത്രിയും പുറത്തേക്കിറങ്ങി. വരുൺ ഇപ്പോഴും ദത്തൻ വീൽചെയർ ഇല്ലാതെ ധന്യയെ എങ്ങനെ കൊണ്ടുപോകും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണ്. കണ്ണേട്ടാ, എങ്ങനെയാ ഇനി പാർക്കിംഗ് വരെ പോവുക? എനിക്കൊന്നും വയ്യ നടക്കാൻ, വേദനിക്കും. ധന്യ ചുണ്ടുമലർത്തിക്കൊണ്ട് ദയനീയമായി ദത്തനെ നോക്കി. അടുത്ത നിമിഷം അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ദത്തൻ ബെഡിൽ നിന്ന് 2 കൈകളുമായി അവളെ കോരിയെടുത്ത് നെഞ്ചോരം ചേർത്തു. വരുൺ വായും പൊളിച്ച് അവനെയും നോക്കി നിന്നുപോയി. അയ്യോ കണ്ണേട്ടാ, എന്തായി കാണിക്കണേ? കാണിച്ചത് എന്താണെന്ന് കണ്ടില്ലേ ശ്രീ? അയ്യേ, താഴെ ഇറക്ക് കണ്ണേട്ടാ, ആരെങ്കിലും കാണും. കണ്ടോട്ടെ, അതിനെന്താ? അയ്യേ, ഈ മനുഷ്യൻ, എന്നെ താഴെ ഇറക്ക് കണ്ണേട്ടാ. മിണ്ടാതെ കിടന്നോ, ഇല്ലെങ്കിൽ ഇവിടുന്ന് എടുത്ത് താഴെ എറിയും ഞാൻ. ദത്തൻ അവളെ നോക്കി കണ്ണുരുട്ടി. അവൾ അപ്പോൾ തന്നെ ഡീസൻ്റായി അവൻ്റെ കഴുത്തിലൂടെ കൈചുറ്റി അവനോട് ചേർന്ന് മിണ്ടാതെ കിടന്നു. വരുൺ അപ്പോഴും വായും പൊളിച്ചു നിൽക്കുവാണ്. ഡാ, വായും പൊളിച്ചു നിൽക്കാതെ പോയി ഡോർ തുറക്കടാ. അവരെ നോക്കി കണ്ണും തള്ളി നിൽക്കുന്ന വരുണിനെ നോക്കി ദത്തൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞെട്ടി ഉണർന്നുകൊണ്ട് വരുൺ പോയി ഡോർ തുറന്നു കൊടുത്തു. ദത്തൻ ധന്യയുമായി മുന്നോട്ട് നടന്നു. ഡാ, വീട്ടിൽ ചെന്നിട്ട് നീ അതിനോട് നിന്റെ ആക്രാന്തമൊന്നും കാണിച്ചേക്കല്ലേ. 1 മാസം റെസ്റ്റ് പറഞ്ഞേക്കുന്ന കൊച്ചാ. ധന്യയും നെഞ്ചോട് ചേർത്ത് നടന്നു പോകുന്ന ദത്തൻ കേൾക്കാൻ വേണ്ടി വരുൺ പിറകിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പോടാ പോടാ, പോയി നിന്റെ ജോലി നോക്ക്. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് ദത്തൻ അവളുമായി മുന്നോട്ട് നടന്നു. പോകുന്ന വഴിയിൽ അവരെ കാണുന്ന എല്ലാവരും എന്തോ ഭീകരജീവികളെ കണ്ടതുപോലെ അവരെ നോക്കുന്നുണ്ട്. ചിലരൊക്കെ അടക്കം പറഞ്ഞു ചിരിക്കുന്നുണ്ട്. ചിലർ ചമ്മലോടെ മുഖം തിരിക്കുന്നു. അങ്ങനെ പല പല ഭാവങ്ങൾ ഓരോരുത്തരിലും മിന്നിമായുന്നു. കണ്ണേട്ടാ, എല്ലാവരും നോക്കുന്നു. അവരൊക്കെ എന്ത് വിചാരിക്കും? ധന്യ തലയുയർത്തി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചമ്മലോടെ പറഞ്ഞു. എന്ത് വിചാരിക്കാൻ? ഞാൻ ഏതെങ്കിലും പെണ്ണിനെ ഒന്നുമല്ലല്ലോ എടുത്തുകൊണ്ടു പോകുന്നത്. എൻ്റെ ഭാര്യയല്ലേ. മിണ്ടാതെ കിടക്ക് ശ്രീ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൻ്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന കൈ ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ ചുണ്ടിൽ പതിവ് കള്ളച്ചിരി വിരിഞ്ഞു. ഇവൻ ഇതെവിടെയാ? അവളെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായല്ലോ. ആനി വണ്ടിക്ക് അടുത്ത് നിന്നുകൊണ്ട് ആഷിയെ നോക്കി അരിശത്തോടെ പറഞ്ഞു. അവരിങ്ങ് വരും മമ്മി, ഒന്ന് സമാധാനമായിരിക്കെ. അതും പറഞ്ഞുകൊണ്ട് എൻട്രൻസിലേക്ക് നോക്കി ആഷിയുടെ കണ്ണ് തള്ളിപ്പോയി. അവൻ്റെ നോട്ടം കണ്ട് ആനിയും സാവിത്രിയും അവൻ്റെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് നോക്കി. എൻ്റെ മാതാവേ, ഇവൻ ഇതെന്ത് ഭാവിച്ചാ? ധന്യയും കൊണ്ടുള്ള ദത്തൻ്റെ വരവ് കണ്ട് ആനി നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു പോയി. അപ്പോഴേക്കും ദത്തൻ അവരുടെ അടുത്തെത്തി. അവൻ ആരെയും മൈൻഡ് ചെയ്യാതെ ധന്യയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഡോർ തുറന്ന് അവളെ അകത്തേക്ക് പതിയെ ഇരുത്തി. എന്നിട്ട് തിരികെ വന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. നിങ്ങളാരും വരുന്നില്ലേ? സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് പുറത്തു തന്നെ നോക്കി വായും പൊളിച്ച് നിൽക്കുന്നവരെ ദത്തൻ സംശയത്തോടെ നോക്കി. അവൻ്റെ ഒന്നും സംഭവിക്കാത്തതുപോലെയുള്ള ഇരിപ്പും ചോദ്യവും കേട്ട് ആഷിക്ക് ചിരി വന്നു. അവൻ അപ്പോൾ തന്നെ പോയി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവന് പുറകെയായി ദത്തനെ ഇരുത്തിയൊന്ന് നോക്കി ആനിയും സാവിത്രിയും വണ്ടിയിലേക്ക് കയറി. കുറച്ചു നേരത്തെ യാത്രയ്ക്കുള്ളിൽ അവർ വീട്ടിലെത്തി. അവരെ കാത്തുന്ന പോലെ എല്ലാവരും പുറത്തു തന്നെ നിൽപ്പുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആനിയും സാവിത്രിയും സിറ്റൗട്ടിലേക്ക് കയറി വന്നു. അനുവും എമിയും വേഗം ധന്യയ്ക്ക് അരികിലേക്ക് ചെന്ന് അവളെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കാൻ തുടങ്ങിയതും അവരെ തടഞ്ഞുകൊണ്ട് ദത്തൻ അവളെ അവൻ്റെ കൈകളിൽ കോരിയെടുത്ത് ആരെയും നോക്കാതെ അകത്തേക്ക് കയറി അവളുമായി മുകളിലേക്ക് പോയി. ഇത് നേരത്തെ പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ ആഷിക്കും ആനിക്കും സാവിത്രിക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ജേക്കബ് സഹിതമുള്ള ബാക്കി എല്ലാവരും അവർ പോയ വഴിയെ നോക്കി വായും പൊളിച്ചു നിൽപ്പുണ്ട്. അധികം കണ്ണു നള്ളണ്ട. അവൻ്റെ ഭാഗത്തുനിന്ന് ഇതിലും വലുത് വേണം പ്രതീക്ഷിക്കാൻ, പ്രത്യേകിച്ച് അവൻ്റെ സ്ത്രീയുടെ കാര്യമാകുമ്പോൾ. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആനി അകത്തേക്ക് കയറി. അവർ പറഞ്ഞത് ശരിയാണെന്ന പോലെ ബാക്കിയുള്ളവരിലും ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു.